പുതുവൈപ്പിൻ ബീച്ചിലെ കടലിൽ ഒരു ഡെഡ് ബോഡി ആണെന്ന് അറിയില്ല, ഒരു വലിയ ചാക്കൊടി വരുന്നുണ്ട്. അപ്പോൾ എന്താന്ന് നോക്കാതെ എൻ്റെ ശ്രദ്ധയപ്പെടുന്ന സമയത്ത് അങ്ങ് ദൂരെ പത പോലെ എനിക്ക് തോന്നിയത്. കാരണം നിറച്ച് പതയുണ്ടായിരുന്നു, പക്ഷെ 3 വൈറ്റ് ചാക്കുകളായിരുന്നു. അങ്ങനെ അജ്മലും മഹാദേവും കൂടി നീന്തി പോയി നോക്കി. അത് ഓട്ടോമാറ്റിക് കരയിലേക്ക് അടിയും വന്ന്. അങ്ങനെ കരയിലേക്ക് വന്ന് അടിഞ്ഞപ്പോൾ വലിച്ചു കയറ്റി നോക്കിയപ്പോൾ വേസ്റ്റ് ആയിരുന്നു. സങ്കടം തോന്നി. ഇത് മതി നമ്മൾ ഡെഡ് ബോഡി ആകാൻ. കാരണം മത്സ്യസമ്പത്തിനെ ബാധിക്കും, മനുഷ്യരാശിയെ ബാധിക്കും, പ്രകൃതിയെ മൊത്തത്തിൽ ബാധിക്കും. അങ്ങനെ നമ്മുടെ ഡെഡ് ബോഡിയായി മാറും. സങ്കടം തോന്നി എന്ന് പറയാൻ കാരണം വെച്ചാൽ അത്രയ്ക്ക് വലിയ വേസ്റ്റ് ആയിരുന്നു അത്. ഇത് വേസ്റ്റ് ഞങ്ങളത് പരിശോധിച്ചപ്പോൾ ഇത് പാൻ മസാലയുടെ കവറാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. പണ്ടെന്ന് പറയാൻ അധികം നാളായിട്ടൊന്നുമില്ല, എറണാകുളം നോർത്ത് പാലത്തിൻ്റെ മുകളിലും പുല്ലേപ്പടി പാലത്തിൻ്റെ മുകളിലൊക്കെ രാത്രി കാലങ്ങളിൽ ഇതേപോലെ വലിയ ചാക്കുകൾ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുമായിരുന്നു. നിരന്തരം പ്രശ്നമായിരുന്നു. പല ജംഗ്ഷനുകളിൽ ഇതേപോലെ ഉപേക്ഷിക്കുമായിരുന്നു. അതിൻ്റെ പുറകെ സ്ക്വാഡ് ഇറങ്ങി പിടിച്ച് ഉത്തരേന്ത്യയിലെ അതായത് നമ്മുടെ അതിഥി തൊഴിലാളികളാണ് ഇത് ചെയ്യുന്നത്. ഇതും പാൻ മസാലയാണ്, കംപ്ലീറ്റ് പാൻ മസാല കവറാണത്. ഇത് കേരളത്തിൽ ഏതെങ്കിലും പഞ്ചായത്തിൽ നിന്ന് ഒഴുകി വന്നിരിക്കണമായിരിക്കും. ഏതായാലും അങ്ങ് ദൂരെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതാത് പഞ്ചായത്തുകളിൽ പാൻ മസാല കച്ചവടം നടത്തുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ എത്ര പാക്കറ്റ് വരുന്നുണ്ട്, ആ പാക്കറ്റിൻ്റെ കവറൊക്കെ അവരവിടെ കളയുന്ന ഒരു അന്വേഷണം വന്നാൽ ഇതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിക്കാം. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെയൊക്കെ തടയിടാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ ശ്രദ്ധയപ്പെടുത്തുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ ശ്രദ്ധയപ്പെടുത്തുന്നു, എല്ലാ മനുഷ്യരുടെ മുന്നിലേക്കും എത്തിക്കുന്നു. കാരണം അത്രയ്ക്ക് സങ്കടം തോന്നിയെന്ന് പറയാൻ കാരണം ഞാൻ അത്രയ്ക്ക് മനോഹരമാക്കി നോക്കുന്ന ഒരു സ്ഥലമാണ് പുതുവൈപ്പിൻ ബീച്ച്. മിക്കവർക്കും അറിയാം, ഞാൻ മിക്കപ്പോഴും വീഡിയോ ഇടാറുണ്ട്. അവിടുത്തെ പഞ്ചായത്തിനും അറിയാം, കാരണം ഞങ്ങൾ 3 മാസം കൂടുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. നിറച്ച് പാൻ മസാലയുടെ കവറാണിത്. പാൻ മസാല ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് ഉത്തരേന്ത്യൻ ടീമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അധികാരികൾ ശ്രദ്ധയപ്പെടുത്തുന്നു, അധികാരികൾ നടപടിയെടുക്കുന്ന വിശ്വാസത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. അത് നമസ്കാരം.